എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കോൺസെപ്റ്റ് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. അതായത് വർക്ക് അറ്റ് ഹോം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നത്തെ യുവതലമുറ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് IT മേഖല. നല്ല ശമ്പളം, നല്ലൊരു എൻവയറമെൻറ്റ്, ഇതൊക്കെ എല്ലാം ജോലി ചെയ്യുന്ന കാരണം ഒത്തിരി പേർ ആ ഫീൽഡിലേക്ക് കടന്നു വരികയാണ്. ഒരു 3-4 വർഷം കമ്പ്യൂട്ടർ സയൻസ് പാസ്സായാൽ ക്യാമ്പസിംഗ് ഇൻ്റർവ്യൂവിലൂടെ പ്രതീക്ഷിക്കുന്നതിലുപരി ശമ്പളത്തിൽ ഇവർ ജോലി ചെയ്യുന്നു. എന്നാൽ ഇതിൽ പലരും ആഫ്റ്റർ കോവിഡ് കഴിഞ്ഞിട്ട് വർക്ക് അറ്റ് ഹോം എന്നൊരു കോൺസെപ്റ്റിന് തുടക്കം കുറിച്ചു. അങ്ങനെ കുറച്ചു പേർ ഈ വർക്ക് അറ്റ് ഹോം എന്ന രീതിയിലാണിപ്പോൾ ജോലി ചെയ്യുന്നത്. അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നാം ചെയ്യുന്നത്. പ്രധാനമായും ഈ വർക്ക് അറ്റ് ഹോം എന്നുള്ളത് ഇവർക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവരുടെ സമയം കഴിവതും ഇവരുടെ സമയം അമേരിക്കൻ സമയം അല്ലെങ്കിൽ യൂറോപ്യൻ ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും. അതായത് നമ്മൾ ശീലിച്ച ഒരു ശൈലിയുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ ഡേ ടൈം അമേരിക്കൻ നാടുകളിൽ നൈറ്റ് ടൈമായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ നൈറ്റ് ടൈം അവിടുത്തെ ഡേ ടൈമായി മാറുകയാണ്. അപ്പോൾ നാം ഘടകവിരുദ്ധമായ ഒരു ജീവിത ശൈലിയിലേക്ക് നാം മാറുകയാണ്. അടച്ചിട്ട മുറിക്കുള്ളിൽ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലിരുന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ജോലിയിൽ നമ്മുടെ ശരീരത്തിന് ഒരു എക്സസൈസും ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല. ചില ആൾക്കാർക്ക് എന്തോ ത്രെഡ്മില്ല് അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യുമായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഇതിലേറ്റവും കൂടുതൽ ഇവരുടെ ഫുഡാണ്. ഇവർക്ക് ശരിയായുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഉറക്കക്ഷീണം അധികം കാണും. ഇവർക്ക് പാചകം ചെയ്ത് കഴിക്കാനുള്ള സമയം ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. ഇവർക്കാരും തന്നെ, അതായത് 90% ആൾക്കാരും ഇവരുടെ വീടുകളിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. മേ ബി 10% ബൈ ചാൻസ് അവർ ചെയ്യുന്ന ITസിനടുത്ത് വീടുള്ളവരാണെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാം. അതും സമയത്തിന് കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഉച്ചയ്ക്ക് ഇവിടെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അവിടെ മിഡ് നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടൈമിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതുമൂലം നമ്മുടെ ജീവിതശൈലിയും. എന്നാൽ നാം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. നാം വർക്ക് ചെയ്യുന്നത് അമേരിക്കൻ ടൈം ബേസ് ചെയ്താണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് നിങ്ങൾ കഴിവതും നിങ്ങളുടെ ആരോഗ്യത്തെ മാക്സിമം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആരോഗ്യം എന്തെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അത് ഇൻഷുറൻസിലൂടെ. നിങ്ങൾക്ക് അപ്പോൾ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എവിടെ ഏത് മുന്തിയ തരം മരുന്നും മുന്തിയ തരം ചികിത്സയും നിങ്ങൾക്ക് കിട്ടും. കാരണം ഒരു IT ഫീൽഡിൽ ഒരാൾ ചെന്നെത്തിയാൽ അവരെ വളയം വെച്ച് ഒത്തിരി ഇൻഷുറൻസ് കമ്പനിക്കാരുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ്. കാരണം ഒന്നുമില്ല, അവരൊന്നും ഉള്ള എല്ലാം നമുക്ക് പറഞ്ഞാൽ വീട്ടുകാർക്കും ചിലപ്പോൾ കിട്ടിയേക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് അത് ശമ്പളത്തിൽ തന്നെ അവർ പിടിച്ചോളും. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗത്ത് നിങ്ങൾ സേഫാണ്. പക്ഷേ ഒന്ന് വിചാരിക്കണം, അത് ഒരു സുരക്ഷിതമായ കാര്യമല്ല. നാം കഴിയുന്നതും രോഗം വരാതെയാണ് നാം സൂക്ഷിക്കേണ്ടത്. എന്നാൽ വർക്ക് അറ്റ് ഹോമിന് രോഗം വരാനുള്ള ചാൻസ് വളരെയധികമാണ്. ഒന്നാമതായി നിങ്ങളുടെ ഫുഡിൻ്റെ സിസ്റ്റം. ഫുഡ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ മീറ്റിങ്ങിലായിരിക്കും. നിങ്ങൾ മീറ്റിംഗ് ഇരിക്കുമ്പോൾ ആ ഡെസ്കിൽ നിന്ന് അപ്പോൾ മാറാൻ പറ്റില്ല. അപ്പോൾ
നിങ്ങളുടെ ആഹാരം തണുത്ത് കഴിയും. വീട്ടുകാർ ഉണ്ടാക്കുന്ന ആഹാരത്തിന് സമയപരിധി ഉണ്ടല്ലോ, അത് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ സംഭവിക്കുന്നത് ഈ വർക്ക് കഴിയുമ്പോൾ അങ്ങനെ തളർന്ന് ബെഡിൽ തന്നെ അങ്ങ് കിടന്നു പോകും, അല്ലെങ്കിൽ ഇരിക്കുന്ന സീറ്റിൽ തന്നെ ഇരുന്നു ആഹാരം വരെ നമ്മൾ ഉപേക്ഷിക്കും. മറ്റു ചിലർ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഒന്ന് ചൂടായി കഴിക്കണമെന്ന് പറഞ്ഞാൽ അവരടുത്ത് ശരണം തേടുന്നത് ജങ്ക് ഫുഡിലേക്കാണ്. അത് ഫോൺ ചെയ്ത് അപ്പം തന്നെ പടിവാക്കൽ 10-15 മിനിറ്റുകൾക്ക് ഫുഡ് കിട്ടും, പക്ഷേ കഴിക്കുന്നത് ജങ്ക് ഫുഡാണ്. അവരെന്തൊക്കെയോ ഓയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി തരും. ചൂടാകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ ആ കഴിക്കുന്നത് വിഷമാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു ഭാഗം കാണും, കുഴപ്പമുണ്ടാവില്ല, എന്ത് വന്നാലും ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്, നമുക്ക് ഡോക്ടറിനെ പോയി കാണാം. അങ്ങനെ ചില ആൾക്കാർ വിശ്വസിക്കും. തെറ്റാണ്, അങ്ങനെ ചിന്തിക്കരുത്. കഴിവതും ഡോക്ടറിൻ്റെ അടുക്കൽ പോകാതിരിക്കുക. അപ്പോൾ എങ്ങനെയാണേലും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തുക. പെർ ഡേ ഏതായിരുന്നാലും ഒരു 10 to 15 minutes യു സ്പെൻഡ് യുവർ ടൈം ഫോർ എ ഗുഡ് എക്സസൈസ്. വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഐസൈറ്റിന് കുഴപ്പമില്ല. എപ്പോഴും ഈ ലാപ്ടോപ്പിൽ നോക്കി നിന്നാൽ ഈ കണ്ണിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ണാടി വയ്ക്കണം. അതൊരു ഡിഫക്റ്റാണ്, ആക്ച്വലി അത് നല്ലതല്ല. എന്നാൽ ആ കണ്ണിനുള്ള എക്സസൈസ് ഉണ്ടാകും. അത് ഒന്ന് നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ആഹാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ആഹാരം കൃത്യസമയത്ത്, സാൻഡ്വിച്ച് എന്താണേലും അത് കഴിവതും ഹോം ഫുഡായിരിക്കണം, നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കണം. അത് നിങ്ങൾ മീറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ആഹാരം ഉണ്ടാക്കി ചെറിയൊരു ഹോട്ട് പാത്രത്തിൽ സൂക്ഷിച്ച് നിങ്ങൾക്കത് കഴിക്കാൻ പറ്റും. കഴിവതും നിവൃത്തിയുണ്ടെങ്കിൽ ഈ ജങ്ക് ഫുഡ് കഴിക്കരുത്. അത് നിങ്ങളുടെ ശരീരത്തിന് ആകെ തകർത്ത് കളയും. സോ ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഈ ഒരു മാറ്റമാണ് വർക്ക് അറ്റ് ഹോം. കമ്പനിക്കാർ അവരുടെ ലാഭത്തിന് കൂടുതൽ ശ്രദ്ധിക്കും. കമ്പനിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഓഫീസ് സ്പേസിന് വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ചുരുക്കി ഇത് കുറച്ച് കഴിയുമ്പോൾ ഏതാണ്ട് ഈ ഫീൽഡൊക്കെ വർക്ക് അറ്റ് ഹോമായിട്ട് അവർ മാറ്റിയെടുക്കും. ഈ എത്ര പെർസെൻറ്റേജ് കണ്ട് വർക്ക് അറ്റ് ഹോം മാറ്റുന്നു അത്ര കണ്ട് അസുഖത്തിൻ്റെ പെർസെൻറ്റേജും കൂടും. അതിലൂടെ ലാഭം കൊയ്യുന്നത് കമ്പനിക്കാർ, അതിലുപരി ഇൻഷുറൻസ് കമ്പനിക്കാർ, മെഡിക്കൽ ക്ലെയിം എന്ന് പറഞ്ഞ കമ്പനിക്കാർ. ഇതെല്ലാം അറ്റാച്ച്മെൻ്റാണ്. ഈ കമ്പനിക്കാരൻ്റെ ഇൻഷുറൻസ് കമ്പനിയെല്ലാം ഇൻ്റർണൽ ടൈപ്പ് ഉള്ളതാണ്. ആൾക്കാർക്ക് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇനി മറ്റൊരു കൂട്ടറിൽ ഈ വർക്ക് അറ്റ് ഹോം എന്ന് പറയുക, ഈ കമ്പ്യൂട്ടർ സയൻസ് എല്ലാം പാസ് ഉടൻ തന്നെ ഒരു ജോലി കിട്ടിയ ആ കുട്ടികൾക്ക് ഇതൊരു ഹരമാണ്, നല്ല ശമ്പളം കിട്ടും, വീട്ടിൽ ഇരുന്ന് പണി ചെയ്താൽ മതി എന്നൊക്കെയുള്ള ധാരണയാണെങ്കിലും ഇവരൊന്നും വിചാരിക്കുന്നില്ല, ഇവർ ഒരിക്കലും കാശ് കൊടുത്താൽ കിട്ടാത്ത ഒന്നാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കുട്ടികളോടും പറയാനുള്ളത്, എന്ത് തന്നെയാലും നിങ്ങളുടെ കൃത്യത പാലിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ എക്സസൈസും വിട്ടുള്ള കളിക്കരുത്. കഴിയുന്നത് 100% സാധിച്ചാൽ ഈ ജങ്ക് ഫുഡ്, പുറത്തുനിന്നുള്ള പാഴ്സൽ കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഫുഡ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുക. ഇതില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ശമ്പളം, ബാങ്ക് ബാലൻസ് ഒക്കെ ആകും. അവസാനം നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറ്റില്ല. 1-2 ക്ലെയിം ഇൻഷുറൻസുകാർ ചെയ്യും. 1-2 മൂന്നാമത്തെ ക്ലെയിം ആകുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ ആരോഗ്യം വളരെ മോശമായിരിക്കും. ഒരുപക്ഷേ നിങ്ങൾ ആ വർക്കിന് യോഗ്യത അല്ലെന്നും പറഞ്ഞ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടിയായിപ്പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർ വളരെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമ്പാദ്യവും എല്ലാം പോകും. എല്ലാ സൗകര്യങ്ങളും കമ്പനി നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്, നല്ല ഫർണിഷ്ഡ് വീട് തരുമായിരിക്കും, എല്ലാം തരുമായിരിക്കും. എങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ മറന്നിട്ടുള്ള ഒരു കളിക്കും പോകരുത്. അതുമല്ല, ഈ കമ്പ്യൂട്ടർ ഫീൽഡ് ഇതൊരു കാലൻ ഫീൽഡെന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ കമ്പ്യൂട്ടർ വേൾഡ് എന്ന് പറയുന്നത്, ഈ IT വേൾഡ് എന്ന് പറയുന്നത് കാലനാണ് കൂടുതൽ. മനുഷ്യന് ഏറ്റവും കൂടുതൽ ആരോ കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം മറ്റുള്ള ഒരുത്തൻ ഉറക്കവും അതുമൊന്നുമില്ലാതെ ഇത് എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടാക്കി വെച്ച്, പിന്നെ ഇപ്പോഴും മറ്റൊന്നും കൂടെ വന്നുകൊണ്ട് എന്താ പറയുക, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് വേറൊരു പരിപാടിയാണ്. അതിലാണിപ്പോൾ കൂടുതലും
പിള്ളേർ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിന് ഒരുപാട് കാശ് കിട്ടും. ഇതൊന്നും നല്ലതല്ല. പൈസ കൊണ്ട് ജീവിതത്തിലെല്ലാം നമുക്ക് നേടാൻ പറ്റില്ല. അവസാനം നല്ലൊരു വിവാഹം വരെ കഴിക്കാതെ അവസാനം ലിവിങ് ടുഗദർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറിപ്പോവും, ജീവിതം ഇല്ലാതായിപ്പോവും. അതിലേക്ക് വരാതിരിക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം, കൃത്യനിഷ്ഠ വേണം, എല്ലാത്തിനും ഒരു ചിട്ട വേണം. അതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം സാക്ഷാത്കരിക്കാൻ പറ്റൂ, നമ്മുടെ സമൂഹത്തെ നിലനിർത്താൻ പറ്റൂ, നമ്മുടെ മാതാപിതാക്കളെ നിലനിർത്താൻ പറ്റും, നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്താൻ പറ്റും. അതിനെല്ലാം വേണ്ടത് നമ്മുടെ ആരോഗ്യം. IT ഫീൽഡ് അല്ല എല്ലാം. IT ഫീൽഡ് ആരോഗ്യമല്ല. IT ഫീൽഡ് ഒരു വരുമാനത്തിനുള്ളൊരു മാർഗ്ഗമാണ്. അത് വരുമാന മാർഗ്ഗമായി മാത്രം അതിനെ കാണുക. വീണ്ടും വരാം മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു സബ്ജക്റ്റുമായി. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.